wonders of Thailand. തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വീക്കെൻഡ് മാർക്കറ്റാണ്, ചത്തുച്ചക് മാർക്കറ്റ്. ഇത് വളരെ വളരെ ഫേമസ് എന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വീക്കെൻഡ് മാർക്കറ്റ്സ് ആണ്. വീക്കെൻഡ് മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശനി ഞായറും മാത്രമേ ഈ മാർക്കറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ ഒരു വലിയ ഒരു ഏരിയ മുഴുവനായിട്ടും വീക്കെൻഡ് മാർക്കറ്റിനായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായ ഷെഡ് പോലെ ഇവിടെ സ്ഥിരമായി എല്ലാ ശനി ഞായറും വളരെ സജീവമാകുന്ന ഒരു മാർക്കറ്റ് പ്ലേസാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഏതാണ്ട് 5000-ഓളം കടകളാണ് ഒരേ സമയം ഇവിടെ പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ് പൂക്കളുടെ ലോകം, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് ഇവിടെ. ഇലകളും പൂക്കളും ഒക്കെ. ഇത് ബ്യൂട്ടിഫുൾ അല്ലേ, ലാമ്പുകളാണ്, അതായത് ടേബിൾ ലാംപ്സ്. ക്യൂട്ട് പീസസ്, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതെല്ലാം ടേബിൾ ലാംപ്സ് ആണ്. 516 എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1000 റുപ്പീസ്, നമ്മുടെ ഒരു 500 ബാട്ടിൻ്റെയൊക്കെയാണ്. ഇതൊക്കെ എന്താ, ഇത് വേറെ ഏതുകൊണ്ട് കാര്യമാണ്. കോയിൻ ബാങ്ക്, ഓക്കെ, നമ്മുടെ പിഗി ബാങ്കില്ലേ, പൈസ സേവ് ചെയ്യുന്നത്. എന്ത് ഭംഗിയല്ലേ, ഇതിൻ്റെ മേളിൽ കൂടി ഇട്ടാൽ മതി, താഴെ കൂടി എടുക്കാം. Piggy bank. How much for this? 100 baht. 100? Yes. ഒരെണ്ണം മേടിച്ചാലോ? പൈസ കളക്ഷൻ ഇതുവരെ ഇല്ല, ഇനി വേണമെങ്കിൽ തുടങ്ങാം. എന്ത് രസമല്ലേ, പണ്ട് നമ്മൾ മൺകുടുക്കായിരുന്നു, ഇപ്പം നമുക്ക് ഓരോരോ ഡെവലപ്മെൻറ്റ്. ഇത് കണ്ടിട്ട് കൊതിയാണ്. So nice. Okay. 100. Okay. കുറേ 100 ആയി പോണു. കുഴപ്പമില്ല, ഇതെല്ലാം നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്നതല്ലേ. യെസ്, താങ്ക് യു. ഇത് മറ്റൊരു മനോഹരമായ ഒരു കട. ഏത് കടയാണ് മനോഹരമല്ലാത്തതെന്ന് ചോദിക്കും. ഇതൊരു ബ്യൂട്ടിഫുൾ വേസ്. 790 എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി പറയുന്നത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് തരാം, ഒരു 500-നൊക്കെ കിട്ടും. ദാറ്റ് ഈസ് 1000. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത സാധനങ്ങളുണ്ട് ഇതൊക്കെ. സോ നൈസ്. ഇതെല്ലാം 500-600 ആ ഒരു റേഞ്ചിൽ കിട്ടും. കണ്ടില്ലേ, ഈ ഒരു ഫ്രൂട്ട് പ്ലാറ്റർ പോലെ ഇങ്ങനെ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയത്. ആൻഡ് ഹൗ മച്ച്? 1200. ഓക്കെ, 1200, 2500 രൂപ. കുറച്ച് തരും അവർ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇതൊക്കെ വെക്കാനൊരു പുതിയ വീട് വെക്കേണ്ടി വരും. കാര്യം അത്രയ്ക്ക് ഭംഗിയുള്ള ഈ ഭംഗി, ഇതിൻ്റെ ഭംഗിക്കനുസരിച്ച് ഇനി വീട് വെച്ചാലേ പറ്റുള്ളൂ. അയ്യോ, എന്തോ ഒരു ഭംഗിയാണ്. ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു അഡ്വൈസ് തരാം. ഒരു വീട് വെക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ബാങ്കോക്ക് ട്രിപ്പ് വയ്ക്കുക. വീട്ടിൻ്റെ ഫേർണിഷിങ്ങിനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ വാങ്ങാം. ഇത് കണ്ടില്ലേ, ഇത് പൂജ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാം ദൈവങ്ങളെ പോലെ വെച്ച് നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന രീതിയിൽ ബോക്സിൽ ഇത് വെച്ചിട്ടുണ്ട്. ഗണപതി ഉണ്ട് ഇവിടെ, അതാണ് ഏറ്റവും നല്ല രസം. ഇത് ചൈനീസ് ദൈവങ്ങളും ഉണ്ട്, നമ്മളുടെ ഹിന്ദു ദൈവങ്ങളും ഉണ്ട്.
കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമ്മളിനി ഭക്ഷണ വിശേഷങ്ങളിലേക്ക് പോവാണ്. കാര്യം ഇതൊരു കൗണ്ടർ, ഇതൊരു സെക്ഷൻ. ഇനി വേറൊരു സെക്ഷനിലേക്ക് തന്നെ നമുക്ക് പോകാം. അത് ഫുൾ ഫുഡിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. വ്യത്യസ്ത കാഴ്ചകൾ, ഭക്ഷണ വിശേഷങ്ങളാണ് ഇനി കാണുന്നത്. നമ്മൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇത് കണ്ടോ, കരിക്കിനെ ചുട്ടു വെച്ചിരിക്കുന്നു. ചുട്ടു വെച്ചിട്ട് പിന്നെ അത് ഐസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. ബാർബിക്യൂഡ് കരിക്ക് കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇവിടെ അതുകൊണ്ട് ബാർബിക്യൂഡ് കരിക്ക്. ഹൗ മച്ച്? 60. Can you just എന്താണെന്ന് അറിയണ്ടേ? 60 ബാട്ട്, 120 രൂപയാണ്. പക്ഷെ അത് ബാർബിക്യൂ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബാർബിക്യൂഡ് കരിക്കോ? പക്ഷെ ഐസിലാണ് വെച്ചിരിക്കുന്നത്. എന്താണ് വ്യത്യാസം? വെരി സ്വീറ്റ്. നല്ല സ്വീറ്റൊക്കെയാണ്. എന്തെങ്കിലും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്മോക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നാ നോക്കിയാ. നല്ല മധുരം. 120 രൂപയാണ്. ഇവിടെ ഗ്രിൽഡ് സ്ക്വിഡ്. സ്ക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണവ. അതിനെ ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു സോസ് കൂട്ടി കൊടുക്കും. ഇതും ഭയങ്കര സ്വാദാണെന്നാണ് തോന്നുന്നത്. കണവയൊക്കെ വലിയ കണവയാണ്. നമ്മൾ കഴിക്കുന്ന കാര്യമാണ് എങ്കിലും പക്ഷേ വേണ്ട. ഗ്രിൽഡ് കണവ വേണമെങ്കിൽ കഴിക്കാം വിത്ത് സോസ്. ഇത് നമ്മളുടെ ഫ്രൂട്ട്സ് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന് റോസ് ആപ്പിൾ എന്ന് പറയും. നമ്മുടെ അവിടെ ചെമ്പോട്ടിക്ക എന്ന് പറയും. ചെറിയ ജാമ്പക്കയുടെ ഒരു ഇത്. കിലോയ്ക്ക് 100. പിന്നെന്താ, പേരയ്ക്ക, യൂഷ്വൽ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതെന്താ, ഇത് ചിക്കു അല്ലേ? ചിക്കു, യെസ്. സപ്പോട്ട അതെ, വലുത് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. 40. ഐസൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. 40. ഓക്കെ. ഇതെന്താ, ഇപ്പോൾ ഇവിടെ വന്നാൽ നല്ല ഹെൽത്തി ഫുഡാണ്. നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് തടിയൊന്നും അങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ആവില്ല. ഹെൽത്തിയാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇറച്ചി, മീൻ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് 40 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ 80. പക്ഷെ ഇത്ര വൃത്തിയായിട്ട് കിട്ടുന്നത്. ഇവിടെ ഫ്രൈഡ് ചിക്കൻ വിങ്സ്, തായ് കോക്കനട്ട് പാൻ കേക്ക്. ഇത് നമ്മൾ കഴിച്ചതാ. തായ് ആൾക്കാരുടെ കോക്കനട്ട് പാൻ കേക്കും സ്റ്റിക്കി റൈസും വെച്ചുണ്ടാക്കുന്നത്. ഇത് ചിക്കൻ വിങ്സ്, ഫ്രൈഡ് ചിക്കൻ സ്പൈസി സാലഡ്. ഇത് ചിക്കൻ വിങ്സും ഇങ്ങനെ മാത്രമായിട്ട് ഒരു പീസിന് 20. യെസ്, ഓക്കെ. 20 ഇങ്ങനെ ലോലിപോപ്പ് പോലെ കടിച്ചോണ്ട് നടക്കാം. ഓക്കെ, യു ഗീവ് എ സോസ്. ഓ, എന്തൊക്കെ പിടിക്കുക. എൻ്റെ കയ്യിലെല്ലാം വാങ്ങിച്ച പൊതിയെല്ലാം ഞാൻ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഭക്ഷണ കാര്യങ്ങളായല്ലോ. താങ്ക് യു. 20 എന്ന് പറഞ്ഞാൽ 40 രൂപയേ ഉള്ളൂ. ഇത് കഴിച്ചോണ്ട് നടക്കാം. ഇതെല്ലാ കാര്യങ്ങളും. മാംഗോ വിത്ത് സ്റ്റിക്കി റൈസ്, ഇതെല്ലാം ഭക്ഷണ കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, വലിയ കൊഞ്ചും വലിയ മീനും. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഗ്രില്ല് ചെയ്ത് തരും. 400 ബാട്ടാണ്. ഇത്രയും കൊഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഗ്രില്ല് ചെയ്ത് തരും. ഇതിവിടെ ആഹാരമൊക്കെ മേടിച്ചിട്ട് വന്നിരുന്ന് കഴിക്കുന്ന ഏരിയയാണ് കംപ്ലീറ്റ്. അതെ നോക്കൂ, ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഫുഡ് കോർട്ടും നടുക്ക് കഴിക്കുന്ന സ്ഥലം. ഫുഡ് പിന്നെ അടുത്ത സ്ഥലമെത്തി. ഇത് ഹോട്ടായിട്ട് പൊട്ടറ്റോ ചിപ്സ് വറുത്ത് കൊടുക്കുകയാണ്. അതിങ്ങനെ സ്റ്റിക്കിൽ, നോ ഫ്ലേവേഴ്സ്, സോൾട്ട്, എന്ത് വേണമെങ്കിലും ചെയ്താൽ സോൾട്ടോ സ്പൈസിയോ എങ്ങനെ വേണമെങ്കിൽ. ഹോട്ടായിട്ടാണ് വറുക്കുന്നത്. യെസ്. താങ്ക് യു. ദിസ് ഇസ് 30. ഇത് 30, പക്ഷേ 60 രൂപ. ഹോള് തന്നെ എല്ലാം ഇങ്ങനെ കഴിച്ച് നടക്കാം. കൈ നിറച്ച സാധനമാണ് എങ്കിലും നോക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഇതിവിടെ പോക്ക് 10 ഇതുപോലെ സ്റ്റിക്കിൽ തരും. 10 ബാറ്റ്. ഇത് സോസേജ് വലുത് പോക്കിൻ്റെ
അതും 20 വിത്ത് സോസാണ്. അവർ ഈ സോസ് കൂട്ടിയാണ് തരുന്നത്. കറങ്ങി കറങ്ങി വേറൊരു ഭംഗിയുള്ള സ്ഥലത്തെത്തി കുറേ കൂടെ നല്ല ടേസ്റ്റ്. ഇത് നമ്മുടെ ഉണ്ണിയപ്പം പോലെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചെട്ടിനാടിൻ്റെ കുഴിപ്പണ്ടാരം പോലെ തായ്ക്കാരുടെ സീ ഫുഡ് പാൻ കേക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞ് ഒരെണ്ണം മേടിക്കും. സീ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യമുണ്ട്. സ്ക്വിഡ്, കൊഞ്ച് എല്ലാം കൂടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സീ ഫുഡ് പാൻ കേക്ക് മേടിച്ചു കഴിഞ്ഞു. തായ് സ്പെഷ്യൽ. എന്താ വേണ്ടത്? എനിക്ക് സത്യമായി നിങ്ങൾക്ക് തോന്നുന്നു ലക്ഷ്മിക്ക് എന്ത് കോളല്ലേ, എന്തെല്ലാം കഴിക്കുന്നു എന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ഭാഗ്യ. നല്ല വൈറ്റ് ക്രോക്കറി പ്ലേറ്റ്സും അതിൻ്റെ കാര്യങ്ങളും ഇവിടെ കംപ്ലീറ്റ്. ഇതെല്ലാം മെയ്ഡ് ഇൻ തായ്ലൻഡ്. ബ്യൂട്ടിഫുൾ. ഇത് 165. നോക്കൂ, നമുക്ക് എന്തെങ്കിലും പേസ്ട്രീസോ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ അടച്ച് വെക്കാമല്ലോ. സാധാരണ വൈറ്റ് പ്ലേറ്റ്സിൻ്റെ വില 140. അത് കൊള്ളാം അല്ലേ? നമ്മൾക്ക് മാജിക്കോൻ്റെ ഷൂട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പ്ലേറ്റ്സ് ഇവിടെ കാണും. നൈസ്. 130. ഇതെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഇനിയും കാണാൻ പറ്റും. എല്ലാം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഭയങ്കര ഹെവി അല്ലേ, ഇതിനൊക്കെ നല്ല ഭാരമുണ്ട്. നമുക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് വെയിറ്റിനൊരു കണക്കുണ്ടല്ലോ, അത് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് പ്രോബ്ലം. അല്ലെങ്കിൽ എന്തുമാത്രം വാങ്ങാമായിരുന്നു. ഇത് 500, 1000. പക്ഷെ എന്ത് ഭംഗിയില്ല, നല്ലൊരു പീസ്. അതിന് തന്നെ 2 ഷേപ്പിലുണ്ട്. ഇത് 470. തൊട്ടിൽ മാതിരി. സത്യത്തിൽ ഇതൊക്കെ വാങ്ങാൻ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഇത് 320. നൈസ്. $50. ബ്യൂട്ടിഫുൾ. ഇത് 50, 30 പല റേറ്റിനുണ്ട്, സൈസ് അനുസരിച്ചിട്ട്. Nice plates, black also. Good piece from inside. നമുക്ക് 30 baht, അതായത് 60 rupees നമ്മളുടെ വെയിറ്റ് കാരണമാണ് ഞാൻ കൊണ്ടുപോകാൻ കുറച്ച് മടിക്കുന്നെങ്കിലും വാങ്ങുകയാണ്. എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ നടക്കത്തില്ലല്ലോ. ഇത് 35, ഇതെല്ലാം 85, പല റേറ്റിനുണ്ട്. 85. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചട്ടി മാതിരി ഇരിക്കില്ല, ചീനച്ചട്ടി പോലെ. 85. ഓക്കെ, 85. നമ്മുടെ ഒരു 160. എന്ത് നല്ല ഒരു റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് വാങ്ങാം അല്ലേ? പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് ആവശ്യമുള്ള ക്രോക്കറീസ് വന്ന് വാങ്ങിക്കാൻ പാടില്ലേ? എന്തൊരു കളക്ഷനാണ്. ബ്യൂട്ടിഫുൾ. യെസ്. ഇപ്പോൾ എല്ലാവരും ചൈനയിലേക്കാണ് പോകുന്നത്, പക്ഷെ ഇവിടെ വന്നാലും മതി. ദിസ് ഇസ് ഫുൾ സെറ്റ്. One set. How much? 180. Total? 180. ഇത് മറ്റേ നമ്മുടെ ഷെഫിംഗ് ഡിഷ് മാതിരി. ആൻഡ് ഹൗ യു പുട്ട് ഫ്ലെയിം? കാൻഡിൽ? ഓക്കെ, ചൂടാക്കാനായിട്ട്. ഇത് 180 ഫുൾ സെറ്റ്. താങ്ക് യു. വാങ്ങിക്കാൻ തുടങ്ങിയ ഇത് വാങ്ങാൻ തുടങ്ങിയ ഒരു അവസാനവും ഇല്ലാത്ത വാങ്ങിക്കലായിരിക്കും. പക്ഷെ എങ്ങനെ കൊണ്ടുപോകും?
നമ്മുടെ വീടിനടുത്തായിരുന്നു ഈ സ്ഥലമൊക്കെ എന്ത് സുഖമായിരുന്നു, എപ്പോഴും വന്ന് വാങ്ങായിരുന്നു. എൻ്റെ ദൈവമേ, ചത്തുച്ചക് മാർക്കറ്റിൽ നിന്ന് എനിക്ക് പോകാനേ തോന്നുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കുറേ ആൻറ്റിക് പീസസ് കിട്ടുന്ന ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭയങ്കര ആൻറ്റിക്, ബ്യൂട്ടിഫുൾ. പഴയ കാര്യങ്ങൾ, നല്ല രസമുള്ള കാര്യങ്ങൾ കിട്ടും ഇവിടെ. ആൻറ്റിക് ബ്രാസ് അങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര രസമാണ് ഇവിടെ. പഴയകാല ലാൻറ്റേൺസ് പോലെ കണ്ടില്ലേ, പക്ഷേ ഇത് ലൈറ്റാണ് കത്തുന്നത് അകത്ത്. കണ്ട ഒരു വളരെ പഴക്കം ചെന്ന കാര്യം പോലെ തോന്നുന്നില്ലേ? ആൻറ്റിക് പഴയ കാലത്തെ എല്ലാം തന്നെയാണ്. ഇത് കണ്ടോ, ഈ ലാൻറ്റേണൊക്കെ കറക്റ്റ് ആൻറ്റിക്കല്ലേ കണ്ടു കഴിഞ്ഞാൽ. ഇത് 1300 ബാറ്റ്, അതായത് 2600 രൂപയുള്ളൂ. അപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സ്, ന്യൂ ജെന്നിൻ്റെ കുറേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള ക്യൂട്ട് പീസസ്, ആൻറ്റിക് ഫേർണിച്ചേഴ്സും ആൻറ്റിക് ക്യൂരിയോസും കൊണ്ട് അലങ്കരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നായിരിക്കും വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവരെവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷേ പറയുകയാണ് ഇവിടെ അതെല്ലാം കാണാം. ചൈനയിലും ഉണ്ടാവും അതുപോലെ. ഇതുവരെ ഞാൻ കണ്ട ഷോപ്പിങ്ങേ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളാണ് ചത്തുച്ചക് മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ കാണുന്നത്. ഈവൻ പട്ടായയിലാണെങ്കിലും ബാങ്കോക്കിലാണെങ്കിലും മറ്റ് മാർക്കറ്റ് ഏരിയാസിലൊക്കെ, ഷോപ്പിംഗ് ഏരിയാസിലും മോൾസിലും എല്ലാം പോയതിൽ നിന്നും അവിടെ ഒന്നും ഇല്ല ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതാണ് മാർക്കറ്റ്, ഇതാണ് ഷോപ്പിംഗ് സെൻറ്റർ, ഇവിടെയാണ് വരേണ്ടത്, സംശയമില്ല. ഇത് നോക്കൂ, ലൈറ്റ്സ് ആണ്, ബ്യൂട്ടിഫുൾ പീസസ്. ഇത് സൈഡ് പീസസ് ആയിട്ട് സൈഡ് ടേബിളിലൊക്കെ വയ്ക്കാൻ 1790 പോഴ്സലീനാണ്. 1790 നമ്മുടെ ഒരു 3500 റുപ്പീസ് കൊടുത്താൽ മതി ഇത്തരം പീസസ് എല്ലാം വാങ്ങാൻ പറ്റും ഇവിടെ വന്നാൽ. തിരിച്ച് കൊണ്ടുപോകുന്ന കാര്യം കൂടെ ഒന്ന് ആലോചിച്ചോളണം, എങ്ങനെ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. ഇത് 1150, അത്രേ ഉള്ളൂ. ഇത് പല റേറ്റാണ്, എല്ലാം ഒരു 1500, ഒരു 2000, അതായത് 10, 3000, 4000 നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനകത്തേ ഉള്ളൂ ഇതിനകത്ത് കാണുന്ന ലൈറ്റ്സ് എല്ലാം തന്നെ. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഏറ്റവും മേളിൽ കാണുന്നത്. 4500, 3500, ഇതെല്ലാം ബാട്ടാണ്. ഇത് 3250 ബാട്ട്, ഇത് 1880 ബാട്ട്. ഇതെല്ലാം നോക്കൂ, 2008, ഇതൊരു 6000 രൂപ. ഞാൻ ഇന്ത്യൻ റുപ്പീസിൽ പറയാം. ഇതൊരു 3000 രൂപ. 5000 രൂപയുടെ പീസസാണ്. 5000, 6000. രക്ഷയില്ല. ലൈറ്റ് ഷോപ്പിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് ഫാൻ ഷോപ്പ്. ഈ ചൈനീസ് ഫാൻ ഉണ്ടല്ലോ, അത്തരം ഫാനൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതുപോലെയുള്ള അലങ്കാര വസ്തു. ഇത് 150, ഇത് 200, ഈ റേഞ്ച്. നമുക്ക് അതൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ്, ഇങ്ങനെ കവറിലാക്കി തരും. തൂക്കാനുള്ള കാര്യങ്ങളാണ് അലങ്കാര വസ്തുക്കൾ. ഇതുപോലത്തെ ഫാൻസ് ഫോർ ദിസ് ഹൗ മച്ച്? 280. ഏറ്റവും വലിയ ഫാനിന് 280, 600 രൂപയ്ക്കകത്ത്. 500 രൂപയുള്ളൂ ഏറ്റവും വലിയ ഫാൻ. ഈ വാൾ ഹാങ്ങിങ്സ് നോക്കൂ, സ്മോൾ വൺസ് 50, 50, 150, 150യും 200ഉം. നൈസ്. എല്ലാം വാൾ ഹാങ്ങിങ്സ്, വാൾ ഡെക്കറേറ്റീവ് പീസസ് ഒക്കെയാണത് കാണുന്നത്. ഇതെല്ലാം ഹാൻഡ് വർക്കാണ് ക്ലോത്തിൽ. ഇത് നോക്കൂ, ഇത് കീ ഹോൾഡറാണ്. മൂങ്ങ കീ വെക്കുന്ന എവിടെ അറിയോ? ഇതിൻ്റെ അകത്തെ കീ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ കീ തൂക്കിയിടാം, എന്നിട്ട് ആർക്കും കാണാൻ പറ്റില്ല, നമുക്കിങ്ങോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ കീ ഹോൾഡർ. ഏത് ഷേപ്പിലുള്ള വേണമെങ്കിലും ഉണ്ട്, സൈസ്, ഷേപ്പ്. ആൻഡ് ദിസ് ഈസ് കീ ചെയിൻ. ഇത് കീ ചെയിൻസ്, സെയിം പ്രൈസ്, 50 ബാറ്റ്.
ഷോപ്പിങ്ങിന് ഭ്രാന്തെടുത്തത് ഇപ്പോൾ സെൽഫി സ്റ്റിക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ ഫോട്ടോസെങ്കിലും എടുത്ത് പിന്നെ കാണാമല്ലോ നമ്മളുടെ കയ്യിലുള്ള കളക്ഷൻ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ബ്യൂട്ടിഫുൾ കേർട്ടൻസ്, ക്രിസ്റ്റൽസിൽ, മുത്തിൽ, ബീഡ്സ്, നൈസ്, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെയൊക്കെ വില 950, അതായത് നമ്മുടെ 1500, 2000, 1000 ഇതെല്ലാം ഏതാണ്ടൊരു 1500 ഇത്രേ വരുള്ളൂ ടോട്ടൽ. നൈസ്, മഴത്തുള്ളികൾ പോലെ കിടക്കുന്ന ക്രിസ്റ്റൽസ്. ഇത് ഫുൾ ഗിറ്റാറുകൾ ഒരു 2500 രൂപ മുതൽ തുടങ്ങുന്നു, ഇന്ത്യൻ റുപ്പീസ്. അത് ബാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക.